ഹായ് പ്രിയപ്പെട്ടവരെ, അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്താണ്. അപ്പോൾ അവിടെ നമുക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോ വരെയും ഒന്ന് പോവാം. അപ്പോൾ നമുക്ക് കോവളത്തേക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ തിരുവല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് തിരുവല്ലം സ്റ്റോപ്പ്. തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം ചിത്രാഞ്ജലി സ്റ്റുഡിയോൻ്റെ ബോർഡ്. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നാണ് ലെഫ്റ്റ് തിരിഞ്ഞ് പോകേണ്ടത് സ്റ്റുഡിയോയിലേക്ക്. ഇതാണ് നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോൻ്റെ എൻട്രൻസ്. ഇതാണ്, ഇതിലാണ് പ്രവേശന കവാടം. ഇത് സ്ഥാപിതമായത് 1986 അപ്പോൾ ഇത് സ്ഥാപിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട കെ കരുണാകരൻ സാറ് ആളാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി ഇങ്ങനെ സ്ഥാപനം ഇവിടെ രൂപം കൊണ്ടത്. ആളുടെ ഒരു കഴിവാണ്. അപ്പം നമുക്ക് കരുണാകരൻ സാറിനെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ വീഡിയോ കാണുമ്പോൾ. നമുക്ക് കയറി വരുമ്പോൾ ഇതുപോലത്തെ ഒരു പ്രതിമയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് സിനിമയുടെ ഭാഗമാണോ ഇത് ഇവിടുത്തെ സ്വന്തമാണോ എന്നറിയില്ല. കാരണം അടിയൊക്കെ ഇങ്ങനെ സെറ്റ് പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. നമസ്കാരം, കേറ്റോൺ ഫിലിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യണം. അപ്പം ഞാനുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാന നഗരിയിലാണ്. അവിടെ നമ്മുടെ ചിത്രാഞ്ജലി എന്ന് പറയുന്ന സ്റ്റുഡിയോയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഴയ കാലം തുടങ്ങിയുള്ള സിനിമകളും ഒരുപാട് വലിയ വലിയ ചിത്രങ്ങളൊക്കെ, ഹിറ്റായ ചിത്രങ്ങളൊക്കെ നിർമ്മിച്ചു പോയിട്ടുള്ള ഒരു സ്ഥലമാണിത്. നല്ലൊരു ലൊക്കേഷനാണ്. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്. അത് നമുക്ക് പറ്റുന്നതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ബാക്കിൽ എല്ലാവർക്കും ഞാൻ പറയുമ്പോൾ ഓർമ്മ വരും. കാരണം കിരീടം എന്ന ചിത്രത്തിലെ പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ തിലകൻ ചേട്ടനും മോഹൻലാലും മുരളിച്ചേട്ടനൊക്കെ എല്ലാവരും ഉന്നയിച്ച ഒരു ലൊക്കേഷനാണ് എൻ്റെ ബാക്കിലുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ആയ പോലീസ് സ്റ്റേഷൻ. മോഹൻലാലും തിലകൻ ചേട്ടനും നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ മുരളിച്ചേട്ടനൊക്കെ അടിച്ചു പൊളിച്ച ആ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്യാമറ വരൂ, നമുക്കിതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ തിലകൻ ചേട്ടൻ, സ്വന്തം മോൻ പോലീസ് ആവാൻ കഴിയാത്തൊരു ഇതിൽ കുറ്റവാളിയായി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് തന്നെ ഇടിക്കുന്ന ആ സെല്ലാണിത്. അപ്പം അതിൻ്റെ മറ്റുള്ള പടത്തിൻ്റെ ഇതിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കണത് നമുക്ക് സെല്ല് കാണാൻ പറ്റുന്നില്ല. ഇതാണ് എസ്ഐയുടെ മുറി. എസ്ഐയുടെ മുറി ഒന്ന് കാണിച്ചു കൊടുത്തേ. മുകളിലൊന്നും ചെയ്തിട്ടില്ല, മുകളിലേക്കൊന്നും ക്യാമറ പോണില്ലല്ലോ. അപ്പം ഇതൊക്കെ ഇവിടെ എസ്ഐയുടെ റൂമൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് കയറി വരുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ വരുമ്പോൾ ഈ ഭാഗത്തെത്തും ചിത്രാഞ്ജലി സ്റ്റുഡിയോൻ്റെ മെയിൻ ഓഫീസുകളും അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് നമുക്ക് കാണാം, അവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന്. ഇത് അതിൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന ഒരു പഴയൊരു ബിൽഡിങ്ങാണ്. അതിപ്പോൾ അവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തിനുള്ള ബിൽഡിംഗ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണില്ല. അവിടെ പഴയത് പൊളിച്ചിട്ട് അവിടെ ഇപ്പോൾ ഒരു പുതിയൊരു ഇത് പണിത് വരുന്ന ഇതാണ് നമുക്കിപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോൻ്റെ പഴയ ഒരു ബിൽഡിങ്ങിൻ്റെ കീഴ് പഴയ ബിൽഡിങ്ങാണ്. ഇപ്പോൾ പുതുക്കി എന്തൊക്കെ പണിയുന്നുണ്ട്, എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കാലം തൊട്ടുള്ളതാണെന്നുകൊണ്ട് ഒരു ഗണപതി സ്വാമിയുടെ ഒരു വിഗ്രഹം, അവിടെ ഒരു ഭണ്ണാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്ന ഒരു സിനിമാക്കാർക്ക് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്, ഭക്തിപരമായ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇവിടെ തൊഴുതിട്ടായിരിക്കും എല്ലാം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അത് ആണ് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരുന്നില്ല. പിന്നെ ഇവിടെ പുതിയ ബിൽഡിങ്ങിൻ്റെ എന്തോ ഒരു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ആ സംഭവം തന്നെയാണ് തോന്നുന്നു. വരും, വാ, അവിടെ നമുക്ക് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ ഒരു പഴയ ഒരു വീടിൻ്റെ ലൊക്കേഷനാണ്, ഏതോ ഒരു സിനിമയുടെ ലൊക്കേഷൻ. പടം ഏതാണെന്ന് നമുക്കറിയാൻ പറ്റില്ല കേട്ടോ, നമുക്കൊന്ന് കാണാം. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോണ വഴിക്ക് ഇവിടെ ഒരു നന്ദീശ്വരൻ്റെ ഒരു പ്രതിമ ഷൂട്ടിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണെന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരിവിടെ വെച്ചേക്കണതാണ്. തെർമോക്കോളിലാണ് ചെയ്തേക്കണത്, കണ്ടില്ലേ. അപ്പോൾ അത് ഷൂട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അവരിവിടെ ഉപേക്ഷിച്ചിട്ടേക്കണാണത്. അടുത്ത് നമുക്ക് അവിടെ ഒരു വീടുണ്ട്, നമുക്ക് ആ വീടൊന്ന് കണ്ടു നോക്കാം. ഏതോ ഒരു സിനിമയുടെ ഒരു ലൊക്കേഷൻ തന്നെയാണത്. കാണാൻ പറ്റണല്ലേ.
ഏതെങ്കിലുമൊക്കെ ഒരു ഹിറ്റായി പോയ സിനിമയുടെ ആയിരിക്കും. നമുക്കത് പെട്ടെന്നൊരു വീട് മാത്രം കാണുമ്പോൾ നമുക്ക് ഏത് പടമാണെന്ന് ചിലർക്കൊക്കെ പറയാൻ പറ്റുമായിരിക്കും. എന്നാലും അത് എന്തായാലും ഹിറ്റായ പടത്തിൻ്റെ ഏതെങ്കിലും ഒരു വീടായിരിക്കുള്ളൂ. കാരണം അതുകൊണ്ടാണ് അത് പൊളിക്കാണ്ട് എത്തിയേക്കണത്. എല്ലാത്ത സെറ്റുകളൊക്കെ പൊളിച്ച് പോയിട്ടുണ്ട്. ഇത് ഒരു ചായക്കടയുടെ സെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് ചായക്കട മാതിരിയൊക്കെയാണ് തോന്നുന്നത്. അപ്പം അതിങ്ങനെ കിടക്കേണ്ട സെറ്റാണത്. ഇത് ഏതെങ്കിലും ഒരു നല്ല പടത്തിൻ്റെ ഒരു ഹിറ്റായ ഏതെങ്കിലും ഒരു പടത്തിൻ്റെ വീടാണെന്നാണ് തോന്നുന്നത്. കാരണം വീട് പൊളിച്ചിട്ടില്ല. അത് നമുക്ക് കയറാനൊക്കെ പറ്റൂട്ടാ. അതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചേക്കുന്നത്. ഇതിലൊക്കെ ആരൊക്കെ അഭിനയിച്ച് എന്നൊക്കെ അവിടെയൊക്കെ വരാൻ കഴിഞ്ഞതിൽ എനിക്കൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. നിങ്ങൾക്കത് കാണിച്ചു തരാൻ കഴിഞ്ഞതിലും ഞാനൊരു ഭാഗ്യമായിട്ട് തന്നെ കാണാണ്. ശരിക്കും ഉള്ളിലൊക്കെ അടുക്കളയുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഉള്ളൊന്ന് കാണിച്ചു കൊടുത്ത് ഉള്ളൊക്കെ നമുക്കൊന്ന് കയറി കാണാം. ഉള്ളൊക്കെ ഇതിലൊക്കെ അഭിനയിച്ചു പോയതാണ് ആൾക്കാർ. എന്താ നല്ല അടുക്കളയുടെ ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് എന്താ മുറിയും കാര്യങ്ങളും ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോയതാണ്. അത് പണ്ടേ എല്ലാ സൈഡും ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഉണ്ടാക്കിയോട്ടെ. ഈ സൈഡിൽ ചിലപ്പോൾ നമ്മുടെ അടുക്കള വശത്തുള്ള കുശലങ്ങളും അമ്മായിമപ്പോ ഒരുപോലത്തെ ഒക്കെ പരിപാടികളൊക്കെ നമ്മുടെ സിനിമയിൽ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് തോന്നും. ഇവിടെ നിറച്ചും കാടാണ് കേട്ടോ. അവര് ഇപ്പോൾ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അത് മാത്രം സെറ്റാക്കി എടുക്കണമെന്നുണ്ട്. മുകളിലെ കോടൊക്കെ വീഴാൻ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിലിങ്ങനെ അവിടെ അകത്തേക്ക് കയറാം. അടിപൊളിയായിട്ടോ, ശരിക്കൊരു വീട്. അമ്പലമല്ല, സെറ്റാണ്, സിനിമയുടെ സെറ്റാണ്. അടുത്ത നമുക്കൊരു കിണർ കാണാം. വീടിന്റെ മുറ്റത്ത് ഒരു കിണറും ഒരു അലക്കല്ലും സ്ഥാപിച്ചിട്ടുണ്ട്. ആ കിണറിൽ വെള്ളം ഉണ്ടാകും, നമുക്ക് നോക്കാം. ഇതിനുള്ളൊന്ന് കാണിച്ചു കൊടുത്തേ. ഇത് വെറും ഡമ്മിയാണ്. കിണറിന്റെ ഇത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, വെള്ളമൊന്നുമില്ല. അപ്പൊ ഇത് ഷൂട്ടിന് വേണ്ടി മാത്രം നിർമ്മിച്ചേക്കണാണ്. കിണറാണെന്ന് നമുക്ക് അകലിന്നാ തോന്നും, പക്ഷെ കിണറില്ല. ആർട്ടിന്റെ ആൾക്കാരുടെ ഒരു കഴിവാണത്. അതിൻ്റെ ഉള്ളില് ഒരു പല്ലക്കിന്റെ ഔട്ട് ഇത് മാത്രമേ കിടക്കണുള്ളൂ, ബാക്കിയെല്ലാം പോയി. പല്ലക്കാണെന്നാണ് തോന്നണത്. അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു പല്ലക്കിന്റെ രൂപമാണെന്ന് തോന്നണം കേട്ടോ. അപ്പൊ ഇതില് അതിന്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അവിടെ ഉപേക്ഷിച്ചേക്കണ കയറ് ചുറ്റിയ പാടുകളൊക്കെ ഉണ്ട്. കയറൊക്കെ ഉണ്ട് അതില്. ആ പല്ലക്ക് തന്നെയാണ്. അതിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവിടെ ഇട്ടിട്ട് പോയേക്കണാണ്. ഇവിടെയൊക്കെ പണ്ടൊക്കെ ഒരുപാട് ചിത്രങ്ങളും ഇതൊക്കെ ചെയ്തിട്ടുള്ള ഗംഭീര ഒരു സ്റ്റുഡിയോ തന്നെയാണിത്, ചിത്രാഞ്ജലി. നമുക്ക് അടുത്ത എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ കാണാം. അടുത്തത് നമ്മ വരുന്നത് ഒരു യക്ഷിക്കാവൊക്കെ പോലത്തെ ഒരു സംഭവം, ഒരു സെറ്റാണിട്ടത്. ഷൂട്ട് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഷൂട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ടേക്കണാണ്. അത് കണ്ടില്ലേ, ആർട്ടിൻ്റെ ഡിസൈനുകളൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ടുള്ള ഭംഗിയിൽ കല്ലുകളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട്. ഇത് പാമ്പിൻ്റെ ഒരു പൊത്ത് പോലത്തെയൊക്കെ സംഭവമാണ് ചെയ്ത് വെച്ചേക്കണത്. അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തബൂക്കൊക്കെ വെച്ചിട്ടാണ് സാധനം സെറ്റ് ചെയ്തേക്കണ. ഉള്ളിൽ തബൂക്കാണ്, പുറത്ത് മാത്രം കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. കണ്ടില്ലേ, ചിതൽപ്പ്. ഇത് പാമ്പിൻ്റെ കുറ്റു പോലത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവർ ഷൂട്ടിന് വേണ്ടി സെറ്റ് ചെയ്തേക്കണാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെടിച്ചട്ടിയാണ്. കണ്ടോ, അതിൻ്റെ മുകളിലാണ് ഈ കല്ലുകൾ വെച്ച്
ഡിസൈൻ ചെയ്തൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. കുരുത്തോലൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഇത് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു കൊടുത്തേ. പാമ്പില്ല അവിടെ കുറച്ച് വീടുകളുടെ സെറ്റ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. കാരണം നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കിയാൽ കാണാം മുകളിൽ അടിച്ചേക്കുന്നത് വീടിൻ്റെ ഭിത്തികളിലെ ബോർഡ് വെച്ചിട്ടൊക്കെ അടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ലൊക്കേഷനാണ്. ഈ മതിലുകളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, മതിൽ ഒറിജിനലല്ല. ഇവിടെ കുറേ സെറ്റുകളുണ്ട് കേട്ടോ. ഇതൊരു തമിഴ് പടത്തിൻ്റെ ഇതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. എന്താ തമിഴ് ചിത്രങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ട് ഇവിടെ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സെറ്റ് തന്നെയാണ് കേട്ടോ. ഇതൊരു കോളനി പോലെയൊക്കെ ഉള്ളൊരു സെറ്റാണ് കേട്ടോ. ഒരുപാട് കുറച്ച് വീടുകളൊക്കെ അടുപ്പിച്ചൊക്കെ കാണിക്കാറില്ലേ. അപ്പോൾ ഇതിൽ തമിഴിലാണ് എഴുതി വെച്ചിട്ടുള്ളൊരു തമിഴ് പടത്തിൻ്റെ സെറ്റാണെന്ന് തോന്നുന്നത്. ഇതൊക്കെ സെറ്റാണ്. നോക്കുമ്പോൾ തട്ടുമ്പോൾ തന്നെ അറിയാം. കണ്ടില്ലേ, ആസ്പെറ്റോസിൻ്റെ ഷീറ്റുകളാണ്. ആ തറയൊക്കെ സെറ്റാണ് കേട്ടോ. സിനിമ എന്ന് പറഞ്ഞൊരു മായാജാലമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സെറ്റ് തന്നെയാണ്. കണ്ടില്ലേ, ഇത് കല്ലുകൊണ്ട് തന്നെ പണിതേക്കുന്നതാണ് കേട്ടോ. സെറ്റാണ്. എന്നാലും അടിപൊളി വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സിനിമയുടെ സെറ്റുകളാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലുള്ള സിനിമയുടെ ഓരോ സെറ്റുകളാണ് ഈ കാണുന്നത്. ഓരോ സ്ക്രിപ്റ്റിനും ഓരോ കഥയ്ക്കും അനുസരിച്ച് ആർട്ട് ഡയറക്ടർമാർ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഭംഗിയില്ലേ കാണാൻ? അടിപൊളിയല്ലേ? അടിപൊളിയായിട്ടില്ലേ? എന്നിട്ടുണ്ട്. ഇവിടെ വേറെ വീടുണ്ട്. ഇവിടെ വേറൊരു വീടുണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ കഥയിൽ വരുമ്പോൾ ഈ വീടുകളൊക്കെ പല സ്ഥലത്തായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. ഇത് വേറൊരാളുടെ വീടായിരിക്കാം. അപ്പൊക്കെ കണ്ടതൊക്കെ അപ്പുറത്തെ സൈഡ് കണ്ടതൊക്കെ വേറെ വീടുകളായിരിക്കാം. കണ്ടാ, ഇതൊക്കെ സെറ്റാണ്. അടിപൊളി. ഇവിടെ വേറെ ഓരോ തരം മോഡലുകളിലാണ് വീടുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു തമിഴ്നാട് ഓർമ്മിക്കുന്ന തമിഴ്നാട്ടിൻ്റെ ഒരു അമ്പലം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരമ്പലത്തിൻ്റെ സെറ്റാണിത്. കണ്ടില്ലേ? ഒരു തമിഴ്നാട് അമ്പലത്തിൻ്റെ ഒരു ഇതാണ് ഇവിടെ കാണിച്ചേക്കണത്. അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൊരു അമ്പലമായിട്ട് തന്നെ നമുക്കിത് തോന്നും. പക്ഷെ ഇത് ഒരു കട്ടൗട്ടർ മാത്രമേ ഉള്ളൂ അപ്പുറത്ത്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഒരു കട്ടൗട്ടർ മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഇവിടെ. കുറച്ചൊന്നുമല്ല സെറ്റുകൾ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടില്ലേ, അന്ന് കാണിച്ചു കൊടുത്തേ. ഇങ്ങോട്ട് വാ കയറിയ കണ്ടാ, മതില് അത്രേ ഉള്ളൂ. പിന്നെ അമ്പലത്തിൻ്റെ കട്ടൗട്ടറേ ഉള്ളൂ. കണ്ടില്ലേ? അടുത്ത് കാണിച്ചു തരാം. വാ. കുറേ ഉണ്ട് കേട്ടോ. കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമുക്ക് എല്ലായിടത്തും എത്താൻ പറ്റില്ല. സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട്. നമ്മ വൈകി കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടൂല. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. അതൊക്കെ നമ്മുടെ മിലിറ്ററിയുടെ ഇതൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു സംഭവം എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്.
പിന്നെ അടുത്ത നമ്മ കാണിക്കാൻ പോണത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഫുൾ സ്ട്രക്ചർ ഇവിടെ നിന്ന് ഒറ്റടിക്ക് നമുക്ക് കാണാം. അതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. തിരുവനന്തപുരം സിറ്റി മുഴുവനും നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാം. എയർപോർട്ടൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ നിന്ന് റൺവേ കാണാം. പക്ഷെ ക്യാമറയിൽ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് തിരുവനന്തപുരം സിറ്റി മൊത്തം കാണാം. അതാണ് റൺവേ. പക്ഷെ നമുക്ക് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആവണമെന്നുണ്ടെന്ന് നോക്കിക്കോ. ഞാൻ എൻ്റെ ഒരു ഏകദേശം വെച്ചിട്ട് കാണിച്ചതാണ് എയർപോർട്ട്. കണ്ടില്ലേ? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ക്യാമറയിൽ എത്ര ക്ലിയർ ആവണമെന്ന് നമുക്കറിയില്ല. പിന്നെ കടലും ഇതൊക്കെ ആയിട്ടാണ് അങ്ങനെ കിടക്കുന്നുണ്ട്. ഇതൊരു മനോഹരമായൊരു ദൃശ്യമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് വലിയൊരു അമ്പലം തന്നെ ഉണ്ടാ. നമ്മൾ അടുത്തൊരു അമ്പലം കാണിക്കാൻ പോകുന്ന അമ്പലത്തിന്റെ ഒരുപാട് സെറ്റുകളുണ്ട് ഇവിടെ. അതും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ മറ്റത്തും ഒരമ്പലം കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് പറ്റണമെങ്കിൽ അങ്ങോട്ടൊക്കെ പോവാം. ഇപ്പം ഈ അമ്പലം ഞാൻ കാണിച്ചു തരാം. കമോൺ. നല്ല ഹൈറ്റ് ഉണ്ട്, മതിലിനൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് അമ്പലത്തിൻ്റെ. അടിപൊളി. ആഹാ, നല്ല ലെങ്ത്ത്, നല്ല സ്ക്വയർ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഡോറ് അടച്ചിട്ടൊക്കെയാണ്. ഉള്ളിലേക്ക് നമുക്ക് കയറാൻ അങ്ങനെ പറ്റില്ല. ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ്. ഇതിൻ്റെ ചുറ്റും നമുക്കൊന്ന് നടന്നിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ക്യാമറമാൻ കുറച്ച് സ്പീഡിൽ വാ. ക്യാമറമാനൊക്കെ ആവശ്യതേ, കാരണം കുറെ നടക്കാനുണ്ട് ഇവിടെ. അതിന് മുറ്റത്ത് കറക്റ്റ് ഒരു പാലയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം ഷൂട്ടുകളൊക്കെ കഴിഞ്ഞ ഇതാണ് കാണുന്നത്, കാരണം ഇവിടെ ഷൂട്ട് നടന്നുണ്ട്. ഇവിടെ പൂക്കളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ ഇതിൽ പട്ടിൻ്റെ ഇതൊക്കെ കിട്ടുന്നുണ്ട്, ആർട്ടിൻ്റെ ആൾക്കാർ. ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഇതൊക്കെ കറക്റ്റായിട്ട് ശരിക്കും സെറ്റ്. കൊടിമരം കാരണം ഫുള്ള് വേണ്ട, ഇത്ര മതി. നമ്മൾ ക്യാമറ വെക്കുമ്പോൾ ആ ഫുള്ള് കൊടിമരം കാണിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അത് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഇത് ഓക്കെയാണിത്. അതുപോലെ ഇതും ഇതൊക്കെ സെറ്റാണ് കേട്ടാ. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഉള്ളെന്ന് പറയുമ്പോൾ അത് ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് വേണം കാണാനായിട്ട്. എന്താ ഇതൊക്കെ സീരിയലുകൾക്കൊക്കെയാണ് ഉപയോഗിക്കണേന്ന് തോന്നണേ. അല്ല, അതിനുള്ളിലൊക്കെ സെറ്റാണ് കംപ്ലീറ്റ്. ഇതിപ്പോ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ അമ്പലങ്ങളുടെ സെറ്റും മറ്റുള്ള ചെറിയ ചെറിയ സെറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടില്ലേ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ലോക്കാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കയറ്റി ഇങ്ങനെ എടുക്കേണ്ടി വരും. ഫോൺ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ടാണ് എടുത്തത്. അല്ല അല്ല, ഇങ്ങനെ എടുക്കുമ്പോൾ കൊടിമരമൊക്കെ ഇത് ഇത്ര മതി. ഇനി അറ്റത്താണ് ഒരു അമ്പലം ഉള്ളു കേട്ടോ. നമുക്ക് അതും കൂടി എന്തായാലും കണ്ടിട്ട് പോരാ. കാരണം ഇത്തിരി അകലെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അകലെന്നൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. സെറ്റ് തന്നെയാണ്. ഇതാണ് കേട്ടോ അമ്പലം. ഇത് നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട്. ഷീറ്റുകളൊക്കെ വെയിലത്തൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ വളഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്താ അടിപൊളി ഒരു സെറ്റാണ്. അമ്പലത്തിൻ്റെ ഒരു അടിപൊളി സെറ്റാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയില്ല, അതുകൊണ്ട് നമുക്കിത് കയറി നോക്കാം. അതായത് ഇത് തന്നെയാണ്. ഭയങ്കര ഇട്ടാണ് കേട്ടോ. ഇതിനൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. മുകളിലൊന്നൊന്നുമില്ല. ഭയങ്കര ഫീൽ ഗുഡാണ്. എണ്ണ വീണ പാട് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണകളൊക്കെ വീണ പാടുകളൊക്കെ ഇതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോന്ന് അമ്പലമൊക്കെ നമ്മൾ കണ്ട് ഇപ്പോൾ പഴയ സ്ഥലത്ത് തന്നെ എത്തി. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ട സംഭവം ഉണ്ടാ ശരിക്കും കുറേ വീടുകളൊക്കെ വെച്ച് ആൾക്കാർ അവിടെ താമസിക്കാൻ തോന്നും. കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തോന്നിക്കഴിഞ്ഞാൽ അതാ അവിടെ കുറേ ആൾക്കാർ വീടൊക്കെ വെച്ച് അവിടെ താമസിക്കാൻ നമുക്ക് തോന്നും. ഒക്കെ സെറ്റുകളാണ്. അപ്പം നമ്മൾ ഏകദേശം ഒക്കെ കണ്ട് കഴിഞ്ഞ് വന്ന് ഇതിപ്പോൾ നമ്മൾ ആദ്യം വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ടാ. പിന്നെ അങ്ങോട്ടൊക്കെ ഒരു വഴി കാണുന്നുണ്ട്. അവിടെയൊക്കെ സെറ്റുകൾ, ഇവിടെ ഒരുപാട് സെറ്റുകളുണ്ട്. നമുക്ക് കുറേ ഒരു കാറ് വേണം. അത് കണ്ട് കറങ്ങി കണ്ടുപിടിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഒരു കാറോ വണ്ടി എന്തെങ്കിലും വേണം. ഒരു അടിപൊളി ഒരു സംഭവമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നേട്ടാ. ഇത് മുളയും ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവർ ചെയ്തിട്ടുള്ളതാണ്. അത് ഇത് നാച്ചുറലാണ് സംഭവം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മൊത്തം കാടാണ്. അതിൻ്റെ ഉള്ളിലൊരു സെറ്റ് ഉണ്ട്. അങ്ങനിപ്പോൾ ഒരു സെറ്റ് നിങ്ങളെ കാണിച്ചു തരാം. കുറച്ചുള്ളിലേക്ക് പോകണം. ഭയങ്കര കാടാണ്. ഇവിടെ ആരുമില്ല. ഈ വഴി തിരിച്ച് പോവാൻ പണി. കാരണം വന്ന വഴി നമ്മൾ ഏത് വഴിക്ക് വരണം ഏത് വഴിക്ക് പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഉള്ളു കാടാണ്. അല്ല പുലി ഉണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടാ. ഒന്നും നോക്കിയില്ല. ഷൂട്ട് ചെയ്യാനുള്ളതിൽ ഇങ്ങോട്ട് പോന്നു. അവിടെ നല്ല മനോഹരമായൊരു സെറ്റ് ഞാൻ കണ്ട്. മോളിനെ കണ്ട്. ഇതതിൻ്റെ മോളിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നാണ് കേട്ടാ ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. കിതയ്ക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സാധനം ചെയ്ത് വേണ്ട. നല്ല ഭംഗിയുള്ള സെറ്റ്. ഞാൻ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ അത് ഇത്ര ദൂരം വന്നിട്ട് ആണ് ഇത് വേണ്ട. നല്ല ഭംഗിയുണ്ട് സാധനം കാണാനായിട്ട്. അടിപൊളിയൊരു സെറ്റാണ് ഇത്. നമ്മുടെ അമ്പലത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോലത്തെ ഒരു സംഭവമാണ്. കണ്ട പഴയ കാലത്തൊരു കുടിലും ഇതും വെച്ചിട്ട് നല്ലൊരു സെറ്റ്. അടിപൊളി. ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊന്നും പോരാ. കാരണം നമ്മളിപ്പോൾ ചെറിയൊരു ഭാഗത്തേക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്. നമ്മളെ കൊണ്ട് നടന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന ഭാഗത്തേക്ക് മാത്രമാണ് വന്നേക്കണത്. ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കറങ്ങാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങളുടെ ലൈക്കുകൾ എനിക്ക് ആവശ്യമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.